ഹായ് മക്കളുമാരെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവരും കാപ്പിയൊക്കെ കഴിച്ചാ? ഞങ്ങളും കാപ്പി കുടിച്ചു. ഉച്ചക്കലത്തേന് കറി എന്തെങ്കിലും വെക്കാൻ പോവുകയാണ്. കാണണ്ടേ? വാ, ഇതുണ്ടോ ചക്ക? ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഡീപ് ഫ്രീസ് ആക്കാൻ വെച്ചിരിക്കുകയാണ്. ഞാൻ ഫ്രീസറിലല്ല ചക്ക വെക്കുന്നത്. ഒരു വലിയ പാത്രത്തിൽ, സ്റ്റീൽ പാത്രത്തിൽ തന്നെ ഒരു തൂക്ക് പോലത്തെ ഒരു വലിയ പാത്രം ഉണ്ട് എനിക്ക്. അതിനകത്തോട്ട് ഞാൻ ചകണിയൊക്കെ കളഞ്ഞ് ഇതേകൊണ്ട് എടുത്ത് വെച്ചിരിക്കും. എന്നിട്ട് ഞാൻ ആവശ്യമുള്ളപ്പോൾ ഇതേകൊണ്ട് എടുക്കും. ഒരു ഏകദേശം ഒരു മാസത്തിൽ കൂടുതലിരിക്കും. നല്ല ടൈറ്റായിട്ടുള്ള പാത്രമായിരിക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് ആവശ്യത്തിന് ഞാൻ എടുക്കും. ഇടയ്ക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തൊരു അവിടെ നിന്ന് കിട്ടിയതായിരിക്കും. അപ്പം ഞാനതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ, അപ്പം പിന്നെ നമുക്ക് കുറേശ്ശെ മതി. പിന്നെ ഇത് അരിയട്ടെ, ഞാൻ അരിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം. കണ്ടോ, ചുളഞ്ഞാൻ അറിഞ്ഞു. ഈ ചക്കക്കുരു ഞാൻ ഇതിൻ്റെ കൂടെ ആക്കുവാണ്. നല്ല ടേസ്റ്റാണ്. ഞാൻ ഇടയ്ക്ക് ഒരു ദിവസം ഇതിൻ്റെ ചക്കക്കുരും കൂടി ഇട്ടിരുന്നു. ചക്കക്കൂട്ട് കൂടെ ഇതേപോലെ തന്നെ കീറിയിടും. ഇത് കുഴഞ്ഞു പോകുന്ന ചക്കയല്ല. അപ്പം നല്ല ടേസ്റ്റാണ്. മീൻ കറിയുടെ കൂടെ ചിക്കൻ കറിയുടെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പം ചക്കക്കൂടെ പൊളിക്കട്ടെ. നമ്മുടെ മീൻകറി എന്തായെന്ന് നോക്കാം. നമ്മുടെ മീൻകറി എന്തായെന്ന് നോക്കാം. എന്നാണ് തോന്നുന്നത്. ആയി ഇത്രയും വയ്ക്കാൻ മതി. ഇത് ചട്ടിയല്ലേ, ചട്ടിയിലിരുന്ന് തന്നെ അത് കുറച്ചങ്ങ് വറ്റും. ചട്ടി തണുക്കുന്നതനുസരിച്ച് ഇതിൽ മതി. ഞാനത് ഞാൻ വിളമ്പാൻ എടുക്കുമ്പോഴത്തേന് ഇത് കുറുകിയിരിക്കും. നല്ല കുറുകിയിട്ടുണ്ട്. നോക്കട്ടെ ടേസ്റ്റ് ഉണ്ടോ. ആടിപോയി കേട്ടാ, നല്ല ടേസ്റ്റ് ഉണ്ടേ. നല്ല എണ്ണയൊക്കെ തെളിയും. ഇനി ഇതിനകത്ത് ഒരു ഇച്ചിരി കറിവേപ്പില ഇട്ട് ഗ്യാസ് അങ്ങ് ഓഫാക്കണം. മല്ലിയില ഉണ്ടെങ്കിൽ ഒരു ഇച്ചിരി മല്ലിയിലയും കൂടെ കേട്ടാ. പിന്നെ ഇച്ചിരി കറിവേപ്പില എടുക്കുന്നു വരട്ടെ. കണ്ടാ, കറിവേപ്പില ഇടുന്നു, വെക്കുന്നു, ഗ്യാസ് ഓഫാക്കുന്നു. ഇനി അതവിടെ നിന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. നല്ല ടേസ്റ്റ്. ഓക്കെ, കണ്ടോ ഞാൻ ചക്കക്കുരു ഇത് വേവുന്ന ചക്കക്കുരുവാണ്. അതുകൊണ്ട് ഇത്ര വലുതായിട്ടായിരുന്നത്. അല്ലെങ്കിൽ 4ആയിട്ടാണ് കീറിയിട്ടുണ്ട്. ഞാൻ 2ആയിട്ടാണ് കീറിയിരിക്കുന്നത്. പെട്ടെന്ന് വേവുന്നതാണ്. ആവി വന്നാൽ തന്നെ വേവും അങ്ങനത്തെ ചക്കയാണ്. അപ്പം ഞാൻ ഇതിനകത്തോട്ട് ചീനിച്ചട്ടിയിലാണ് ഞാൻ ഇത് കുഴയാതെ എടുക്കാനാണ്. ഇത് കുഴയുന്ന ചക്കയല്ല, നല്ല ടേസ്റ്റുള്ള ചക്കയാണ്. കുഴയപ്പില്ല. ഇതിനകത്തോട്ട് വെച്ചിട്ട് വെള്ളം ഒഴിച്ച് നോക്കുമ്പോൾ അറിയാം എത്രയും വേണോ. ഒരുപാടങ്ങ് കുഴഞ്ഞു പോകണ്ട. ഇത്രയും വെള്ളം ഇരിക്കട്ടെ. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പും കൂടി ഇടാം. സ്വല്പം ഉപ്പിടാം. ഇത്ര ഉപ്പും കൂടി ഇടുന്നുണ്ട് കേട്ടോ. നോക്കി ഇതിനെ അടപ്പ വയ്ക്കാവേ. ഇവിടെ മീൻകറി എന്തായാലും നോക്കാവേ. കണ്ട വറ്റിയിരിക്കുന്ന കണ്ട, അടിപൊളിയായിട്ടില്ലേ? കണ്ട, എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഭംഗിയായിട്ടിരിപ്പുണ്ട്. ചക്ക ഞാൻ അടപ്പ വെച്ച് ഉപ്പും വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് അവിടെ നിന്ന് ആവട്ടെ. നമുക്ക് അടച്ചുകൂടെ വെക്കാം. അവിടെ ഇരുന്ന് വേവട്ടെ. ഇപ്പോഴത്തേന് നമുക്കതിനുള്ള അരപ്പെടുക്കാം. തേങ്ങയൊക്കെ തിരുക. നമുക്ക് ചക്കയ്ക്ക് അരയ്ക്കാവേ. ചക്കയ്ക്ക് അരയ്ക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ളത് പച്ചമുളക്, കാന്താരി മുളക് ഉണ്ടെങ്കിൽ കാന്താരി മുളക് കൂടെ ഒരു 2-3 ഇടണം കേട്ടോ. പച്ചമുളക്, വെളുത്തുള്ളി, അതിൻ്റെ തൊലിയൊന്നും കളയണ്ട, കരിന്തൊലിയൊന്നും കളയണ്ട. കരിന്തൊലി ഏറ്റവും പുറമെയുള്ള തൊലിയും കളയണം, അല്ലാതെ ഒന്നും കളയൊന്നും വേണ്ട. പിന്നെ തേങ്ങ, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ചുക്കുപൊടി. ഞാൻ ഇച്ചിരി ചുക്കിട്ട് എല്ലാത്തിനും എനിക്ക് ചുക്കും കുരുമുളകും ഞാൻ ചേർക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. ജീരകപ്പൊടി. ഇനി ചക്കയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർക്കും. നമ്മൾ സ്വല്പം ഉപ്പിട്ടിട്ടുണ്ട്. ഇത്ര ഉപ്പും കൂടെ ചേർക്കാം. ഇനി ഉപ്പ് വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാം. പിന്നെ ഞാൻ അതിനകത്തൊരു ഇച്ചിരി കറിവേപ്പില ഇട്ടിരുന്നു. അത് അടിയിലായിപ്പോയെന്ന് തോന്നുന്നുണ്ട്. അത് പറഞ്ഞില്ല, കറിവേപ്പില ഇട്ടിട്ടുണ്ടേ. ഇനി ഇത് ജസ്റ്റ് ഒന്ന് 2 മിക്സിയിൽ റിവേഴ്സ് 2 കറക്കം കറക്കിയാൽ മതി. അപ്പോഴത്തേന് ഇത് ആകും. കണ്ടോ, ഇത്ര അരിഞ്ഞാൽ മതി. ഇവിടെ ചക്ക എന്തായെന്ന് നോക്കാവേ. എന്തായെന്ന് നോക്കാം. വെള്ളം ഒറ്റാറായി. ഇച്ചിരി വെള്ളം കൂടെ ഉണ്ട്. ഇച്ചിരി വെള്ളം കൂടെ ഉണ്ട്. അതുകൂടെ ഒന്ന് വറ്റട്ടെ. എനിക്ക് തോന്നുന്നു ചക്കക്കുരുവൊക്കെ വെന്തെന്ന് തോന്നുന്നു. നോക്കട്ടെ.
ചക്കൂരൊക്കെ വെന്തു. അപ്പം തീ കൂട്ടിയിട്ടിട്ട് നമുക്ക് ആ വെള്ളം അങ്ങ് വറ്റിക്കാം. ചക്കയും വേണ്ട. ഞാനത് ഹൈ ഫ്ലെയിമിൽ ഇട്ടേക്കുവാണേ വെള്ളം വറ്റാനായിട്ടങ്ങ്. പറ്റുമോ നോക്കാം നമുക്ക്. വെള്ളം വറ്റി തോന്നുന്നു. ഓക്കെ, വെള്ളം വറ്റി. ഇനി നമ്മുടെ അരപ്പ് ഇട്ട് കൊടുക്കാം. അരപ്പിന് ഇട്ടിട്ടുണ്ട്. ഞാൻ തീ കുറച്ച് വെച്ചിരിക്കുകയാണ്. ഒരു 2 മിനിറ്റ് വേണ്ട, ഒരു മിനിറ്റ് ഇതിൽ അരപ്പിൽ ആവി വരാനായിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കണം. അടച്ചു വെച്ചതിന് ശേഷം അരപ്പിനകത്തോട്ട് ഇച്ചിരി ആവി വരാനാണേ അങ്ങനെ അടച്ചു വെക്കുന്നത്. അപ്പം തന്നെ നമുക്ക് തുറക്കാൻ വേണം. ഒരു 2-3 സെക്കൻഡ്, 2-3 സെക്കൻഡല്ല, 1 മിനിറ്റ്. വെള്ളം അതിൽ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തുറക്കണം, അല്ല അടി കരിഞ്ഞു പോകും കേട്ടോ. ഇത്രയും മതി. കണ്ട ചെറിയൊരാവി വന്നില്ലേ? നമുക്കിതിനെ ഇളക്കാം. ഇതിൻ്റെ അരപ്പ് എല്ലായിടവും ഒന്ന് വറ്റണം. അപ്പോഴല്ലേ നമുക്കറിയത്തുള്ളൂ ഇതിനകത്ത് എല്ലാത്തിലും ചക്കയിലെല്ലായിടവും ഉപ്പ് പിടിച്ചോ എന്നൊക്കെ അറിയത്തുള്ളൂ. ഈ ചിരട്ടയുടെ തവി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കണമെന്ന് പറഞ്ഞാൽ ഈ പിടിയില്ലേ, അത് തിരിച്ച് ഇളക്കിയാലാണ് നല്ലത്. അല്ലെങ്കിൽ ഇങ്ങനെ ഉരുള ടൈപ്പിലുള്ള ഇതുണ്ടെങ്കിൽ അതിട്ട് ഇളക്കിയാലും നല്ലതാണ് കേട്ടോ. ഇങ്ങനെ ഒട്ടിപ്പോവരുത്. ഇത് ഒട്ടിയിട്ടില്ല, എന്നാലും കുറച്ചും കൂടെ ഇരിക്കണം. അടിപൊളി. ഇനി ഇതിനകത്ത് ഒരു തുള്ളി പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. എന്താ കറിവേപ്പില ഉണ്ടെങ്കിൽ എനിക്ക് ഇനി ടെറസിൽ കയറി പോകണം, അതുകൊണ്ടാണ് ഞാൻ ഉണ്ടെങ്കിലെന്ന് പറഞ്ഞത്. ഇതിനകത്ത് ഞാൻ കറിവേപ്പില ഞാൻ അരച്ചിട്ടുണ്ട്. ഇനി ഇതിനെ അടച്ച് ഗ്യാസ് ഓഫ് ആക്കാം. ഇനി അത് വിട്ടുന്ന കഴിക്കാതെ നമുക്ക് തുറന്നാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ അടിപൊളിയായിട്ട് നമ്മുടെ ചക്കയും റെഡിയായി. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ലഞ്ച് റെഡിയായി. കണ്ടോ, ചോറ്, ചക്ക, നല്ല ടേസ്റ്റായി ചക്കയ്ക്ക് കേട്ടോ. പിന്നെ മീൻകറി, തേങ്ങ അരച്ച മീൻകറി. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, എല്ലാവരും കയറി കാണണേ. കോവയ്ക്ക മെഴുക്ക് പുരട്ടി, പിന്നെ നാരങ്ങ അച്ചാർ, വലിയ നാരങ്ങ അച്ചാർ ഇട്ടത്, നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബായ്.